ഇന്നലെ തമിഴ്നാടിന് ഒരു വളരെ വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. ക്യാപ്റ്റൻ വിജയകാന്ത് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയി ശരിയാണ്, ബട്ട് എങ്ങനെയാണ് മരിച്ചുപോയത് എന്ന് പലരും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു. അതാണ് തെറ്റ്. വിജയകാന്തിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എന്തിന്? വിജയകാന്തിന്റെ യഥാർത്ഥ പേര് തന്നെ വിജയകാന്ത് എന്നല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാല് വിശന്ന് തിരിച്ചു പോവില്ല എന്നാ എല്ലാരും പറയുന്നത്. അദ്ദേഹം ആഹാരം കൊടുത്തിട്ടേ വിടൂ. ഇന്ന് തമിഴ്നാട്ടില് കുറെ പേര് പോളിറ്റിക്സിലേക്ക് വരാൻ നോക്കുന്നില്ലേ, രാഷ്ട്രീയത്തിലേക്ക് വരാൻ നോക്കുന്നില്ലേ? ഇപ്പൊ കമൽഹാസനൊക്കെ വരുന്നില്ലേ? അവർക്കൊന്നും ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലില് വിജയകാന്ത് പോയിട്ടുണ്ട്. MGR, ജയലളിത ഇവർ രണ്ടുപേർക്ക് ശേഷം സിനിമയിൽ നിന്ന് പോളിറ്റിക്സിലേക്ക് വന്ന് ഇത്രയും ഹൈറ്റ്സിൽ തൊട്ടത് വിജയകാന്ത് മാത്രമാണ്. അതിനുശേഷം കുറെ പേര് വന്നു, ബട്ട് അവർക്ക് ആർക്കും ഇദ്ദേഹത്തിന്റെ അത്രയും ആ ഒരു ലെവലിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഒരു സാധാരണ നോർമൽ ഫാമിലിയിൽ ജനിച്ചു. അദ്ദേഹം നല്ല കറുത്തിരിക്കുക. ഈ കളർ വെച്ച് ഞാനും ഈ ഇൻഡസ്ട്രിയിൽ വളരും എന്ന് പറഞ്ഞ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അന്ന് രജനികാന്ത്, കമൽഹാസൻ എന്ന് രണ്ട് വലിയ രാജാക്കന്മാര് ഈ തമിഴ് സിനിമയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ കയറി അദ്ദേഹത്തിനും ഒരു സ്ഥാനം പിടിച്ചെടുത്തു. രജനികാന്ത് സൂപ്പർ സ്റ്റാർ ആയപ്പോ, കമൽഹാസൻ ഉലകനായകനായപ്പോ ക്യാപ്റ്റനായിട്ട് മാറി വിജയകാന്ത്. അതേപോലെ തന്നെ പിന്നീട് പോളിറ്റിക്സിൽ വന്നപ്പോ കരുണാനിധി, ജയലളിത എന്ന് രണ്ട് വലിയ പോളിറ്റീഷ്യൻസിനെ എതിർത്ത് വിജയകാന്ത് സിംഗിൾ മാൻ ആയിട്ട് നിന്നു എന്ന് മാത്രമല്ല, DMK, ADMK എന്ന് പറഞ്ഞ രണ്ട് പാർട്ടി ഉണ്ട് അവിടെ. ഇവിടെ നമുക്ക് LDF, UDF എന്ന് പറയത്തില്ലേ, അതുപോലെ അവിടെ DMK, ADMK എന്ന് പറഞ്ഞ രണ്ട് പാർട്ടികളാണ് മെയിൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ കരുണാനിധിയുടെയാണ് ഈ DMK, ജയലളിതയാണ് ഈ ADMK. അപ്പൊ ഈ വിജയകാന്ത് വന്നതിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. അതായത് ADMK ജയിച്ചു, രണ്ടാമത്തത് വിജയകാന്തിന്റെ DMDK, പിന്നെയായിരുന്നു കരുണാനിധിയുടെ DMK. അതായത് മെയിൻ ആയിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടിയിൽ ഒരു പാർട്ടിനെ മൊത്തത്തിൽ പുറകോട്ട് തള്ളിയിട്ട് നേരെ പ്രതിപക്ഷ നേതാവായ വ്യക്തിയായിരുന്നു വിജയകാന്ത്. ആദ്യം തന്നെ അവിടം വരെ എത്തിയ ഒരാൾക്ക് എന്തുകൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി ആവാൻ പറ്റാഞ്ഞ്? ആൻഡ് ഇപ്പോ അദ്ദേഹം മരിച്ചു പോയപ്പോ നമുക്ക് ഒരു ലെസനും കൂടി പറഞ്ഞു തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഒരു പാഠവും കൂടി പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. என்னையா காசு 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 பணம் படப்புவங்கயா நீங்களும் உங்க காசு என்னையா கோடி கோடியா சேர்த்து வச்சு எங்கயா கொண்டு போறீங்க? செத்தா கூட அருணாக்குடி அத்து விட்டுட்டு தான் உள்ளத்தி கொண்டு போய் போதைக்கிறா. காசும் கிடையாது, ஒண்ணும் கிடையாது. വിജയകാന്തിന്റെ ഒറിജിനൽ പേര് വിജയരാജ് അളഗർ സ്വാമി എന്നാണ്. വെറും 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളൂ വിജയകാന്ത്. വിജയകാന്തിന്റെ അച്ഛന് ഒരു റൈസ് മിൽ ഓണർ ആയിരുന്നു. നാട്ടില് പണം, കൃഷി ഇതൊക്കെ ഉണ്ട്. ബട്ട് സിനിമയെ ഒരു പാഷനായിട്ട് എടുത്ത് അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നു. ലേറ്റർ അദ്ദേഹം സിനിമയിലേക്ക് വരുമ്പോ ആദ്യം ഒരു വില്ലനായിട്ടാണ് വന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സിനെ പോലെ അല്ല. സിനിമ ഇൻഡസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്യാനേ ആളില്ലാതെ വന്ന ഒരു ആക്ടറാണ് വിജയകാന്ത്. കാരണം ഇപ്പൊ രജനികാന്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്യാൻ K. ബാലചന്ദർ എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അതേപോലെ കമൽഹാസനെ സപ്പോർട്ട് ചെയ്യാൻ ജെമിനി ഗണേശൻ ഉണ്ടായിരുന്നു, K. ബാലചന്ദർ ഉണ്ടായിരുന്നു. ബട്ട് വിജയകാന്തിന് ഒരു സപ്പോർട്ടേ ഇല്ലായിരുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ. ഒന്നുമില്ലാതെ, ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ കയറി വന്ന് രജനികാന്തും കമൽഹാസൻ പറഞ്ഞ രണ്ട് വലിയ ജാമ്പവന്മാരും രണ്ട് വലിയ ഇതിഹാസങ്ങൾക്കെതിരെ മത്സരിച്ച് നിന്ന് ഒരാളാണ് വിജയകാന്ത്. സോ ആദ്യം അദ്ദേഹം വില്ലനായിരുന്നു. പിന്നെ ഒരു 1990s അദ്ദേഹം ഒരു ഹീറോ ഒക്കെ ആകുന്നത്. അപ്പൊ ഏകദേശം ഒരു 40 വയസ്സൊക്കെ ആയി അദ്ദേഹം നല്ലൊരു ഹീറോ ഒക്കെ ആയപ്പോ പിന്നീട് 1999 നടികർ സംഘത്തിന്റെ പ്രസിഡന്റ് ആയി വിജയകാന്ത്. ഈ നടികർ സംഘം എന്താണെന്ന് അറിയാത്തവർക്ക്, ഇപ്പൊ നമുക്ക് ഇവിടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയില്ലേ, നമ്മുടെ എല്ലാ സിനിമാ നടന്മാരൊക്കെ ഉള്ള സംഘടനയായിട്ട് അമ്മ ഇല്ലേ, അതേപോലെ തമിഴ്നാട്ടില് ഈ അമ്മ, നമ്മളിവിടെ അമ്മ എന്ന് വിളിക്കുന്നതിനാണ് അവിടെ നടികർ സംഘം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ ഈ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ആയിരുന്നു, ഇപ്പൊ പിന്നെ മോഹൻലാൽ ആണ്. അതേപോലെ അവിടെ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 1999 അവിടെ നടികർ സംഘത്തിന്റെ പ്രസിഡന്റ് ആയ വ്യക്തിയായിരുന്നു വിജയകാന്ത്. അന്ന് ഈ തമിഴ്നാട്ടിലെ നടികർ സംഘം എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല. അന്ന് അത് മൊത്തത്തിൽ കടത്തി മുങ്ങിയിരിക്കുമായിരുന്നു. മൊത്തം കടവായിരുന്നു. അപ്പൊ വിജയകാന്ത് പ്രസിഡന്റ് ആയപ്പോ ഇങ്ങനെ കേരളത്തിൽ ഇപ്പൊ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ നടത്താറില്ല. അതിനകത്ത് എല്ലാവരും കാണും, മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെ എല്ലാ നടന്മാരും വെച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടത്തത്തില്ലേ, അതേപോലെ അവരും അവിടെ ഈ നടികർ സംഘം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാംസ് നടത്താൻ തുടങ്ങി. ഓരോ സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ തമിഴ്നാട്ടിലും പുറത്തും ഒക്കെ നടത്താൻ തുടങ്ങി. അതിൽ നിന്ന് പണം ഉണ്ടാക്കി. ഇതിൽ നിന്ന് ആ 2 വർഷം പലിശ അടക്കം മൊത്തം കടവും തീർത്തു നടികർ സംഘത്തിന്റെ. എന്നിട്ട് ഒരു നല്ല എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുകയും ചെയ്തു ആ സംഘത്തിന്റെ പേരിൽ.
അത് മാത്രമല്ല അതാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത്. അതായത് റിട്ടയർ ആയ ആക്ടേഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പൊ ചാൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ചെറിയ ചെറിയ ആക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ ഒരു സഹായമായിട്ട് ആ ഡെപ്പോസിറ്റിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റിൽ നിന്നാണ് ഈ ഇപ്പോ ചാൻസ് ഒന്നും ഇല്ലാതെ പ്രായമായ നടിമാർക്കൊക്കെ ഇവര് ഒരു ചെറിയൊരു അമൗണ്ട്, ഒരു ശമ്പളം പോലെ ചെറുതായിട്ട് ഒരു പെൻഷൻ പോലെ കൊടുത്തോണ്ടിരിക്കുക. അതിൽ നിന്ന് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് വിജയകാന്ത് ആയിരുന്നു 1999 തന്നെ. ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടികർ സംഘത്തിന്റെ പ്രസിഡന്റ് ആരാ എന്ന് ചോദിച്ചാൽ പലരും വിജയകാന്ത് എന്നേ പറയത്തുള്ളൂ. ഇപ്പൊ അദ്ദേഹമല്ല പ്രസിഡന്റ്, പക്ഷെ എന്നാലും വിജയകാന്ത് എന്ന പേര് എല്ലാവരുടെയും മനസ്സിൽ വരൂ. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 53 വയസ്സിലാണ്. ഈ 50 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ വിജയുടെയും അതിത്തിന്റെയൊക്കെ ഏജ് ആണ്. അപ്പോ ആ ഏജ് ഒക്കെ ആയപ്പോ അദ്ദേഹം DMDK എന്നൊരു പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ പണമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കായിരുന്നു. ബട്ട് ആള് അതോടെ നിന്നില്ല, രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ജനങ്ങൾക്ക് എന്തേലും നല്ലത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ചുമ്മാ വന്നെന്ന് മാത്രമല്ല, ചുമ്മാ വിചാരിച്ചെന്ന് മാത്രമല്ല, കുറെ നന്മകൾ ചെയ്യുകയും ചെയ്തു. ഇന്ന് തമിഴ്നാട് കൊണ്ടുവരുന്ന പല പദ്ധതികളും പണ്ടേ വിജയകാന്ത് തുടങ്ങിയതായിരുന്നു. പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ADMK DMK എന്ന് പറഞ്ഞ 2 പാർട്ടിയുണ്ട്. അതിൽ DMK മൊത്തത്തിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് നേരെ ഓപ്പോസിഷനിൽ, അതായത് പ്രതിപക്ഷ നേതാവായിട്ട് ഈ ഇവരുടെ DMDK എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പാർട്ടി വന്നു. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ LDF ഉണ്ട്, UDF ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് കാലകാലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ പുതിയതായിട്ട് ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു പാർട്ടി ജയിച്ച ശേഷം മറ്റേ പാർട്ടിയെ മൊത്തത്തിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് ഒരു പുതിയ ആൾ നേരെ വന്ന് പ്രതിപക്ഷത്തിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും? പുതിയതായിട്ട് ഇപ്പൊ തുടങ്ങിയ ഒരാള്, അങ്ങനെ വന്ന ആളായിരുന്നു വിജയകാന്ത്. ആ ഒരു ലെവൽ വരെ എത്തി. ഇതിപ്പോ പലർക്കും അറിയായിരിക്കും, അവിടെയൊക്കെ ജയലളിത സംസാരിക്കാനേ പലർക്കും പേടിയായിരുന്നു. കാരണം അവർ അങ്ങനെയാ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നത്, അവരൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്. ബട്ട് ജയലളിതയുടെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കാൻ തന്റേടം കാണിച്ച വ്യക്തി വിജയകാന്ത് ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗട്സ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആരെയും കണ്ട് പേടിക്കത്തുമില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഗട്സ്, അതാണ് ക്യാപ്റ്റൻ വിജയകാന്ത്. ശരി, ഇത്രയും നല്ല ഒരാള് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ പറ്റാഞ്ഞ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി അങ്ങ് പറയും. അതിന്റെ കൂടെ ദേഷ്യവും, പെട്ടെന്ന് ദേഷ്യം വരും, അതേപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ബട്ട് രാഷ്ട്രീയത്തില് ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം, ജനങ്ങളുടെയും മീഡിയയുടെയും മുമ്പിൽ അഭിനയിക്കണം. ബട്ട് ഇത് രണ്ടും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടറെ അങ്ങനെയാ, ഉള്ള കാര്യം മുഖത്തടിച്ചപ്പോൾ അങ്ങ് പറയുക. സിനിമയിൽ മാത്രമേ വിജയകാന്തിന് അഭിനയിക്കാൻ അറിയൂ, റിയൽ ലൈഫിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ച പ്രശ്നം. ഈ ദേഷ്യമുള്ള ഈ സ്വഭാവം കറക്റ്റായിട്ട് യൂസ് ചെയ്തു ചില രാഷ്ട്രീയക്കാർ. അതായത് അവരുടെ മീഡിയ ഉണ്ട്, അതായത് ഓരോ പാർട്ടിക്കാരും അവരവരുടേതായ ചാനൽസ് ഉണ്ടല്ലോ, അവര് ഇങ്ങനെ പ്രസ് മീറ്റിന്റെ സമയത്തൊക്കെ ഓരോ ചൊറിയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കും. സോ കറക്റ്റായിട്ട് വിജയകാന്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് മീഡിയയുടെ മുമ്പിൽ തന്നെ, ക്യാമറയുടെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ദേഷ്യത്തിന്റെ സ്വഭാവം നൈസായിട്ട് പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് ആ ഒരു ദേഷ്യം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സെക്കൻഡ് ദേഷ്യം വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ദേഷ്യം മാത്രം എടുത്ത് മീഡിയയിൽ പിന്നെയും ഇട്ടിട്ട് അദ്ദേഹത്തെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് തോൽപ്പിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ അവസാനം ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ഷുഗർ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാലിലെ 3 വിരല് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോ അദ്ദേഹത്തിന് വന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ പിന്നെയും കോവിഡ് റേസ് ആയിട്ടുണ്ട്, പിന്നെയും കോവിഡ് വന്നിട്ടുണ്ട്. നമ്മൾ കുറെ പേര് ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോവാണ്. ബട്ട് ഈ കോവിഡിനെ സൂക്ഷിക്കണം എന്ന് ഒരു വലിയ ലെസൺ ആണ് വിജയകാന്ത് നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയിരിക്കുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇപ്പൊ നിങ്ങൾക്ക് വരും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് പ്രായമുള്ള ആരെങ്കിലൊക്കെ കാണും, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലൊക്കെ കാണും. കോവിഡ് അവരുടെ ഹെൽത്ത് ഒക്കെ കോംപ്ലിക്കേറ്റ് ആക്കി വിടും എന്നതാണ് സത്യം. സോ വിജയകാന്തിനും കോവിഡ് ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ കോവിഡും കൂടി വന്നപ്പോ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയി. അങ്ങനെയാണ് വിജയകാന്ത് മരിച്ചു പോകുന്നത്. ഇപ്പോ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹം അങ്ങനെ വലിയ പൊസിഷനിലൊന്നും അല്ല ഇപ്പോ ഇരിക്കുന്നത്. ബട്ട് അദ്ദേഹം മരിച്ചു പോയപ്പോ കോയമ്പേട് എന്ന സ്ഥലത്ത് ആ ഫ്ലൈ ഓവർ മൊത്തത്തില് ബ്ലോക്ക് ആയിപ്പോയി.
അത്രമാത്രം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് സ്നേഹം. രജനി, കമൽ എന്ന് പറഞ്ഞ 2 കിങ് മേക്കേഴ്സ് തമിഴ് സിനിമയെ മൊത്തം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും കൂടി വരുക എന്ന് പറഞ്ഞ് അവർക്ക് ഈക്വൽ ആയിട്ട് അവർക്ക് ഒരു ഓപ്പണന്റ് ആയിട്ട് നിന്നു. അതേപോലെ DMK, ADMK, അതായത് എല്ലാരും വിചാരിച്ച് ഇപ്പൊ കരുണാനിധിയും ജയലളിതയും ഉണ്ടല്ലോ, അവരൊക്കെ പോകട്ടെ, അവരുടെ കാലം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം എന്ന് എല്ലാരും വിചാരിച്ചപ്പോ അതെന്താ അങ്ങനെ, ഞാൻ ഇപ്പോഴേ ഇറങ്ങുവാ, ഈ വലിയ വലിയ നേതാക്കന്മാർക്ക് ഉള്ളപ്പോ തന്നെ ഞാൻ ഇവർക്കെതിരായിട്ട് ഇറങ്ങും എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു നല്ല ഗട്സ് ഉള്ള, ഒരു നല്ല തന്റേടെ ഉള്ള ഒരു നേതാവായിരുന്നു വിജയകാന്ത്. തമിഴ്നാടിന് എന്നും ഒരു ക്യാപ്റ്റനേ ഉള്ളൂ, അത് ക്യാപ്റ്റൻ விஜயகாந்தான். மக்கள் கொடுத்தது எடுத்துட்டு போய் எனக்கு தேவையில்லை, ஏதோ ஒரு இடம் கொடுப்பீங்களா, அது இருக்குங்களா? எவ்வளவு பேர் இருக்க, இந்த 4 பேர் வந்தா ஒரு நேரம் சோறு போட மாட்டீங்க, அதுலயே நம்மளுக்கு போதும், முடிஞ்சிடும். இத்தனை பேர் வீட்டுக்கு நான் போயிட்டு வரக்குள்ள முடிச்சிடும். என்னையா காசு 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 பணம் படப்புவாங்கயா, நீங்களும் உங்க காசு என்னையா கோடி கோடியா சேர்த்து வச்சு எங்கயா கொண்டு போறீங்க?